കഴിഞ്ഞ 25 വർഷത്തിനിടെ അമേരിക്കൻ ഇടപെടലുണ്ടായ 4 രാജ്യങ്ങളാണ് ഇറാൻ, ഇറാഖ്, ലിബിയ, വെനസ്വേല എന്നിവ. ഈ 4 രാജ്യങ്ങളും അമേരിക്കയോട് മുട്ടാൻ ചങ്കൂറ്റം കാണിച്ചവരാണെന്ന് നമുക്കറിയാം. വേറെ ഒരു കോമൺ പ്രത്യേകത കൂടെ പറയാം. ഭൂമിക്കടിയിൽ ഏറ്റവും അധികം എണ്ണയുള്ള ഏഷ്യയിലെ 2ഉം 3ഉം രാജ്യങ്ങളാണ് ഇറാനും ഇറാഖും. ഒന്നാമനായ സൗദി അറേബ്യ നിങ്ങൾക്ക് അറിയുന്നത് പോലെ അമേരിക്കയുടെ കൂടെയാണല്ലോ എപ്പോഴും. ആഫ്രിക്കയിലെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ലിബിയ. എണ്ണ ശേഖരത്തിന്റെ കാര്യത്തിൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒന്നാമൻ വെനസ്വേലയാണ്. വാസ്തവത്തിൽ ഭൂമിക്കടിയിലെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള ലോകത്തിലെ തന്നെ ഒന്നാമനാണ് വെനസ്വേല. അതായത് സൗദി അറേബ്യയെ മാറ്റി നിർത്തിയാൽ ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള 4 രാജ്യങ്ങളാണ് ഇറാൻ, ഇറാഖ്, ലിബിയ, വെനസ്വേല എന്നിവ. ഈ 4 രാജ്യങ്ങളും അമേരിക്കയുടെ താളത്തിനൊത്ത് തുള്ളാത്തവരാണ്. പെട്രോ ഡോളറിനെ വെല്ലുവിളിച്ചവരാണ്. ഇവിടുത്തെയൊക്കെ ഭരണാധികാരികളായ സദ്ദാം, ഖുമൈനി, ഗദ്ദാഫി എന്നിവരൊക്കെ അമേരിക്കയുടെ പിന്തുണയോടെ വധിക്കപ്പെട്ടവരാണ്. മഡൂറോയാവട്ടെ അമേരിക്കൻ ജയിലിലുമാണ്. അപ്പോൾ അമേരിക്കയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലെയുള്ള സാമ്പത്തിക പോരാട്ടങ്ങളുടെ പിന്നാമ്പുറങ്ങളിലെ കഥകൾ അറിയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് ബി ടു ഹാർട്ട് ഫോളോ ചെയ്യാം.